ഗൈസ് അങ്ങനെ ദുരന്തർ ദ റിവെഞ്ച് കണ്ടു. പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ തീ ഐറ്റം എന്ന് പറഞ്ഞാൽ തീ ഐറ്റം. ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പൈ ത്രില്ലർ സിനിമ ഇത് ഈ പടം ആയിക്കഴിഞ്ഞു. ഫസ്റ്റ് പാർട്ടാണോ സെക്കൻഡ് പാർട്ടാണോ നല്ലതെന്ന് ചോദിച്ചാൽ രണ്ടും ഒരേ തട്ടിൽ നിൽക്കുന്ന ഒരു വൈബാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ സിനിമ കയ്യിൽ നിന്ന് പോയി, നല്ല കുറച്ച് ലാഗൊക്കെ എനിക്ക് തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് കയറിയപ്പം സമയം പോകുന്ന പോലും അറിഞ്ഞുകൂടാ. എന്ത് 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 മാജിക്കാണ് ഈ സിനിമയ്ക്കകത്തുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 4 മണിക്കൂർ 4 മണിക്കൂറിൻ്റെ അടുത്ത് ഈ സിനിമയുണ്ട്. നമുക്കൊരു തരി പോലും ഈ പടം ബോറടിക്കത്തില്ല. ഫസ്റ്റ് ഹാഫ് കുറച്ച് എനിക്കൊരു ലാഗ് പോലെ തോന്നി. പക്ഷേ സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നു കേട്ടോ, ഇല്ലയെന്ന് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. സബ് ടൈറ്റിൽ ഇല്ലയെന്ന് പേടിച്ചിട്ടാണ് ഞാൻ പടം കാണാൻ പോയത്. പക്ഷേ ഞാൻ കണ്ട തിയേറ്ററിൽ സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നു. എന്ത് ഭാഗ്യമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലായിരുന്നു എനിക്ക് ശോകമായിരുന്നു. എനിക്ക് ഹിന്ദിയാണ് ഒട്ടും അറിഞ്ഞുകൂടാ. സബ് ടൈറ്റിൽ ഉള്ളതുകൊണ്ടാണ് പിടിച്ചു നിന്നത്. പടം കിടിലൻ പടമാണ്, മസ്റ്റ് വാച്ച് സാധനം. ഇതിൻ്റെ ക്ലൈമാക്സിലൊക്കെ നമുക്ക് രോമാഞ്ചം കൊള്ളും, അതുപോലത്തെ സാധനങ്ങളാണ്. ഇതിൻ്റെ അകത്തുള്ള ഫൈറ്റ് സീനൊക്കെ ബ്രൂട്ടലാണ്. ഇതിനകത്ത് ഇത് 18+ ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിനകത്ത് നല്ല വയലൻസ് നല്ലപോലെ കുത്തിക്കേറ്റിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയവും. കിടിലൻ വയലൻസുകളുണ്ട്. പിന്നെ ഈ സിനിമയ്ക്കകത്ത് എടുത്തു പറയാനുള്ളത് നമ്മുടെ ആർ മാധവൻ്റെ അവസാനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. പുള്ളി ഈ പടത്തിൽ കുറേ ഏടി മേടിച്ചിട്ടുണ്ട്. ഏറ്റവും എടുത്ത് പറയാനുള്ളത് രൺവീർ സിംഗിൻ്റെ അഭിനയമാണ്. പല കാലഘട്ടത്തിലായിട്ടുള്ള പുള്ളിയുടെ ലുക്കും അഭിനയവും എല്ലാം മാസ്റ്റർ പീസായിരുന്നു. സീരിയസ്ലി ഫസ്റ്റ് പാർട്ടിനോട് സെക്കൻഡ് പാർട്ട് നല്ലപോലെ നീതി പുലർത്തിയിട്ടുണ്ട്. സിനിമ എന്തായാലും നിങ്ങൾ കാണണം. കണ്ടിട്ട് അഭിപ്രായം പറയുകയാണെങ്കിൽ കിടിലൻ പടമാണ്.